നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SVT ഹോസ്പിറ്റൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ കൊടുക്കേണ്ട കളിപ്പാട്ടങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഏതൊക്കെ മന്തിൽ എങ്ങനെയൊക്കെയുള്ള കളിപ്പാട്ടങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതിന് ജസ്റ്റ് ഒരു ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് റാറ്റിൽസ്, അതായത് റാറ്റിൽസ് കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ 1-2 മന്തിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് റാറ്റിൽസാണ്, അതായത് കിലുക്ക്. അപ്പോൾ ഈ കിലുക്ക് കൊടുക്കുന്നത് തന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ള വോയിസ് ഉള്ള റാറ്റിൽസ് കൊടുക്കാതിരിക്കുക. ലോ വോയിസ് ആയിട്ടുള്ള റാറ്റിൽസ് വേണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കാൻ. മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, അതിൽ ഗ്രിപ്പിംഗ് ഉള്ള റാറ്റിൽസ് ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കയ്യിൽ ആദ്യം അവർ പഠിക്കുന്നത് ഗ്രാസ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഗ്രിപ്പിംഗ് ഉള്ള റാറ്റിൽസ് കൊടുത്താൽ മാത്രമേ ഗ്രാസ്പിംഗ് കുറച്ചുകൂടെ അവർക്ക് ഈസി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഗ്രാസ്പിംഗ് കഴിഞ്ഞ ഉടനെ ട്രാൻസ്ഫറിങ് ആണ്, ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് ടോയ്സ് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ ഗ്രിപ്പിംഗ് ഉള്ള റാറ്റിൽസ് കൊടുക്കുമ്പോൾ ഇത് രണ്ടും അവർക്ക് ഹെൽപ്ഫുള്ളാണ്. ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് ഈസി ആയിട്ട് അവർക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 4-5-6 months ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് 2 കയ്യിലും 2 റാറ്റിൽസ് കൊടുത്ത് കുഞ്ഞുങ്ങളെ ക്ലാപ്പിംഗ്, അങ്ങനത്തെ രീതിയിലുള്ള ക്ലാപ്പിംഗ് ഒക്കെ നമുക്ക് പഠിപ്പിക്കാവുന്നതാണ്. മാത്രമല്ല എഴഞ്ഞു തുടങ്ങുന്ന ടൈമിലും ജസ്റ്റ് നമ്മൾ കീ കൊടുക്കുന്ന റാറ്റിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് എഴയാൻ ഇപ്പോൾ താമസിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കീ കൊടുക്കുന്ന റാറ്റിൽസ് കുറച്ച് ദൂരത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാനായിട്ട് അവർ കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് കാണിക്കും. അപ്പോൾ അങ്ങനത്തെ റാറ്റിൽസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ കീ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു 5 minutes എങ്കിലും അത് വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അത് കുട്ടികളിൽ നല്ല രീതിയിലുള്ള അത് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ ആ ക്രോളിങ്ങിൻ്റെ ആ ഒരു സ്റ്റൈലിലോട്ട് അവർ പോകും. അപ്പോൾ ആ ടൈം നമ്മൾ എന്തെങ്കിലും എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തെറാപ്പിസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റാറ്റിൽസ് യൂസ് ചെയ്ത് ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്രോളിങ് ഈസി ആയിട്ട് നമുക്ക് ക്രോളിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഈ ടൈമിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫ്ലാഷ് കാർഡ്സ് കാണിക്കാം. അതായത് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇപ്പോഴേ ഫ്ലാഷ് കാർഡ്സ് കാണിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുമോ എന്നുള്ളതല്ല. ആ വിഷ്വൽ ഐഡൻറ്റിഫിക്കേഷൻ കുഞ്ഞുങ്ങളിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർ കളറായിട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഈ 4-5-6 months കാണാൻ ഇൻട്രസ്റ്റഡ് കാണിക്കും. ആ സമയത്ത് നമ്മൾ ഫ്ലാഷ് കാർഡ് കാണിക്കുകയാണെങ്കിൽ അതിൽ പൂച്ച, പട്ടി അങ്ങനത്തെ പിക്ചേഴ്സ് നമ്മൾ മാറ്റി ഡെയിലി കാണിക്കുമ്പോൾ അതുവഴി വിഷ്വലി അവർ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും മാത്രമല്ല നമ്മൾ അതിൽ കൂടെ സൗണ്ട്, പൂച്ചയുടെ സൗണ്ട്, പട്ടിയുടെ സൗണ്ട്, അങ്ങനത്തെ സൗണ്ടുകൾ നമ്മൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ സൗണ്ടും പ്ലസ് ഈ പിക്ചർ ഐഡൻറ്റിഫിക്കേഷനും നല്ല രീതിയിൽ കുട്ടികൾക്ക് ബ്രെയിനിൽ മനസ്സിലാക്കാനായിട്ട് നല്ല രീതിയിൽ സാധിക്കും. പിന്നീട് നമുക്ക് ഈ നടന്നൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെറിയ ബോൾസ് കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റാൻഡിങ് അറ്റൻഡ് ആവാത്ത കുഞ്ഞുങ്ങൾക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ടോയ്സ്, അതുപോലെ തന്നെ ഈ കീ കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ ടോയ്സൊക്കെ നല്ല രീതിയിൽ തനിയെ വർക്ക് ചെയ്യാനായിട്ട് ഇവർ പ്രാപ്തരാകും. അപ്പോൾ അങ്ങനത്തെ ടോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡിങ്ങും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഫ്ലാഷ് കാർഡ്സ് തന്നെ നമുക്ക് സ്പീച്ചിനും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ അവർ ഓരോ വേർഡ്സുകൾ പഠിക്കും. കളറിലുള്ള ഫ്ലാഷ് കാർഡ്സ് ആണെങ്കിൽ ആ കളേഴ്സ് പഠിക്കും. ഇതെല്ലാം സ്ലോലി സ്പീച്ച് ഡെവലപ്മെൻറ്റിലും കൂടി നമ്മൾ എത്തിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് വളരെയധികം ഈസി ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല കൂടുതലും ഈ മൊബൈൽ ഫോണിലുള്ള ഗെയിംസ്, അതുപോലെ തന്നെ അതിലുള്ള വീഡിയോ സോങ്സ് ഓക്കെ, ബട്ട് വീഡിയോ സോങ്സ്, മൊബൈൽ ഫോണിൽ ഉള്ള ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളിൽ കഴിവതും കൊടുക്കാതിരിക്കുക. മീൻസ് അതിൽ അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു സ്പീച്ച് ഡിലേ അല്ലെങ്കിൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡിലേ ഇതെല്ലാം കുഞ്ഞുങ്ങളിൽ നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ വളരെയധികം എഫക്റ്റഡ് ആയിരിക്കും. സോ ആ ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക. ചെറിയ സ്റ്റോറീസ് വായിച്ചു കൊടുക്കുക. ഈ വക ഓരോ ഡെവലപ്മെൻറ്റിനനുസരിച്ച് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള ടോയ്സുകൾ വേണം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇപ്പോഴേ മേടിച്ചു കൊടുക്കാനും. ആ തരത്തിലുള്ള ടോയ്സ് ആണെങ്കിൽ മാത്രം ഇവരുടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സും, ഇപ്പോൾ കൊഗ്നീറ്റീവ് ആയിരുന്നാലും ഫൈൻ മോട്ടോർ ആയിരുന്നാലും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ആയിരുന്നാലും ബ്രെയിൻ ഡെവലപ്മെൻറ്റിലായിരുന്നാലും എല്ലാം യൂസ്ഫുൾ ചെയ്യുന്നത് ഈ തരത്തിലുള്ള ടോയ്സുകളായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.